നിൽക്കേണ്ടതുണ്ട്. There are many day-to-day problems, roads, issues in schools, water, all the day-to-day health facilities, the day-to-day problems that we have to work on a daily basis to resolve. നമുക്ക് അവരുടെ ദൈനംദിന പ്രശ്നങ്ങളുണ്ട്. റോഡുകൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, ആരോഗ്യരംഗം ഉൾപ്പെടെ ഉള്ള പ്രശ്നങ്ങളിൽ അത് ദൈനംദിന പ്രശ്നങ്ങളാണ്. ആ ദൈനംദിന പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിന്ന് പോരാടേണ്ടതുണ്ട്. Health services, especially in tribal areas. ഈ ഗോത്രവർഗ മേഖലയിൽ, ആദിവാസി മേഖലയിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. Rahul ji had provided some ambulances and done a lot of work here, but we have to continue that work and strengthen his work. രാഹുൽജി MP ആയിരുന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് വാഹനങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ എടുത്തിരുന്നു. പക്ഷേ നമുക്കതിനെ കുറെ കൂടി ശക്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. You spoke about the medical college. It is a big issue, another one that we are going to fight for and continue to fight for. Some small steps of progress are being made slowly. We need to push and pressurize the government so that pace improves, so that these developments take place faster. ഇവിടെ മാനന്തവാടി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് നമുക്ക് കുറേയധികം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചെറിയ ഇതോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നു. പക്ഷെ അതിന്റെ വേഗത വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. Tourism was deeply affected when the landslide happened, and that still had not picked up to the pace that we would like. So we need to push that, and that work I will work on and try to do my best to improve that and to help especially the homestay people that have suffered. ചൂരൽമല ദുരന്തമുണ്ടായതിനു ശേഷം ടൂറിസം മേഖല കാര്യമായിട്ടുള്ള പ്രശ്നത്തിലാണ്. ആ മേഖലയെ നമുക്ക് മുന്നോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത്. ഞാൻ ഉറപ്പു നൽകുന്നു, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായി ഇടപെടും. നമ്മുടെ ഹോം സ്റ്റേകൾ ഉൾപ്പെടെ വയനാടിന്റെ ടൂറിസം രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കണം. The night traffic ban is another very complex and difficult issue. For that, we have initiated some discussions with all the stakeholders, so that whatever if we can find a solution, and whatever solution we find is something that helps everybody on all sides. നമ്മുടെ യാത്രാ നിരോധനം അത് വലിയ ഒരു പ്രശ്നമാണ്. അത് വളരെയധികം സങ്കീർണമായിട്ടുള്ള വിഷയവും വളരെ പാടുപെടുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഇതിന്റെ ഭാഗവാക്കായിട്ടുള്ള എല്ലാവരുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുന്നോട്ട് പോകുന്നതിന് വലിയ പ്രയത്നങ്ങൾ ആവശ്യമാണ്. So we are going to initiate conversations with all stakeholders, and we are going to try to do what we can to find a resolution for that. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരുമായി നമ്മൾ സംഭാഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള